മന്ത്രി കെ ടി ജലീലിന്റെ രാജിയിൽ പ്രതികരണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ്. ഗത്യന്തരമില്ലാതെയാണ് കെ ടി ജലീൽ രാജിവെക്കാൻ തയ്യാറായതെന്ന് പി കെ ഫിറോസ് പറഞ്ഞു. ലോകായുക്ത കണ്ടെത്തുകയും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് വിധി പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് രാജിവെക്കുന്ന വാർത്തയാണ് കേരളം കണ്ടത്. ഗത്യന്തരമില്ലാതെയാണ് കെ ടി ജലീൽ മന്ത്രിസ്ഥാനത്ത് രാജിവെക്കാൻ തയ്യാറായത്. ഇന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അവസാന നിമിഷം വരെ മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചത്. 11:30 വാദം തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റേ ലഭിക്കില്ല എന്ന് ബോധ്യമായപ്പോഴാണ് ഗത്യന്തരമില്ലാതെ കെ ടി ജലീൽ രാജിവെക്കാൻ വേണ്ടി തയ്യാറായത്. കോടതിയിൽ വാദമുഖങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ കോടതിയിൽ ഹാജരായ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, മറ്റു PM-മാർ വാദം എതിരാകുമെന്ന് മന്ത്രിയെ ഫോൺ വിളിച്ച് അറിയിച്ചപ്പോഴാണ് മന്ത്രി രാജിവെക്കാൻ വേണ്ടി തയ്യാറായത്. സ്റ്റേ ലഭിക്കില്ല എന്നുറപ്പായ ഘട്ടത്തിൽ രാജിവെച്ചപ്പോൾ അപ്പോഴും നുണ പറയാനാണ് മന്ത്രി ശ്രമിച്ചത്. മുൻകാലങ്ങളിലെല്ലാം ഒരുപാട് തവണ നുണ പറഞ്ഞ മന്ത്രി രാജിവെക്കുമ്പോഴെങ്കിലും സത്യസന്ധത പാലിക്കുമെന്നാണ് കേരളീയ പൊതുസമൂഹം വിശ്വസിച്ചത്. എന്നാൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണ് രാജി എന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ പറയുന്നത്. ഇത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലല്ല. ഇത് ലോകായുക്തയുടെ വിധി എതിരായപ്പോഴാണ്, ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിക്കില്ല എന്ന ബോധ്യം വന്നപ്പോഴാണ്. ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ 2018 നവംബർ മാസം 2-ാം തീയതിയാണ് ഈ ആരോപണം ആദ്യമായി യൂത്ത് ലീഗ് മാധ്യമങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അന്ന് രാജിവെക്കണമായിരുന്നു. അതിനുശേഷം നവംബർ 12-ാം തീയതി തന്റെ ബന്ധുവായ കെ ടി അദീബ് രാജിവെച്ചു. അന്നെങ്കിലും രാജിവെക്കാൻ മന്ത്രി തയ്യാറാകണമായിരുന്നു. അന്നൊന്നും രാജിവെക്കാതെ ആരോപണം ഉന്നയിച്ച എനിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉന്നയിക്കാനാണ് മന്ത്രി തയ്യാറായത്. ലോകായുക്ത വിധി വന്നു. ലോകായുക്ത വിധി വന്നപ്പോൾ ആ വിധിയെ അംഗീകരിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല ജലീൽ സ്വീകരിച്ചത്. അപ്പോഴും കള്ളം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതിയും ഗവർണറും തള്ളിയ ഒരു കേസിലാണ് ലോകായുക്ത വിധി പറഞ്ഞിരിക്കുന്നത്, കൊണ്ട് അത് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് കെ ടി ജലീൽ പ്രതികരിച്ചത്. അതിനോടനുസരിച്ചുള്ള നിലപാടാണ് നിയമമന്ത്രിയായ AK ബാലനും സ്വീകരിച്ചത്. എന്നാൽ ലോകായുക്ത ആക്ട് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകാൻ വേണ്ടി ഇവിടെ വായിക്കുകയാണ്. അതിനകത്ത് സെക്ഷൻ 14, ലോകായുക്ത ആക്ടിൽ സെക്ഷൻ 14, അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, പബ്ലിക് സർവന്റ് ടു വെക്കേറ്റ് ഓഫീസ് ഇഫ് ഡയറക്റ്റഡ് ബൈ ലോകായുക്ത where after investigation into a complaint the Lokayukta or an Upalayukta is satisfied that the complaint involving an allegation against the public servant is substantiated and that the public servant concerned should not continue to hold the post held by him. The Lokayukta or Upalayukta, as the case may be, shall make a declaration to that effect in his report under subsection 3 of section 12, where the competent authority is the governor, the government of Kerala or the chief minister. He or it shall accept the declaration. In other cases, the competent authority concerned shall send a copy of such report to the government, which shall accept the declaration. ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വളരെ കൃത്യമായി ലോകായുക്ത ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് 14(2) പറയുന്നത്, when the declaration so made is accepted, the fact of such acceptance shall immediately be intimated by registered post by the governor, the government or the chief minister, if any of them is the competent authority in the government. In other cases, and then notwithstanding anything contained in any law, order, notification, rule or contract of appointment, the public servant concerned shall with effect from the date of intimation
ഓഫ് സച്ച് acceptance or deemed acceptance of the declaration. എന്നിട്ട് അതിനകത്ത് ക്ലോസ് 1-ൽ പറയുന്നത് if he is the chief minister or a minister resign his office of chief minister or minister as the case may be. ഇങ്ങനൊരു ഡിക്ലറേഷൻ വന്നാൽ ആ ഡിക്ലറേഷൻ ആക്സെപ്റ്റ് ചെയ്യണമെന്നും അത് ചീഫ് മിനിസ്റ്റർക്കെതിരെയോ മന്ത്രിക്കെതിരെയോ ആണെങ്കിൽ അവർ രാജിവെക്കണമെന്നും ലോകായുക്ത ആക്ടിൽ വളരെ കൃത്യമായി പറയുന്നു. എന്നിട്ടാണ് അദ്ദേഹം ഏതെങ്കിലും നിലക്ക് ഒരു കച്ചിത്തിരുമ്പ് ലഭിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ലഭിക്കില്ല എന്ന് ഇന്ന് വാദം തുടങ്ങിയപ്പോൾ തന്നെ മന്ത്രിക്ക് ബോധ്യമാവുകയും മന്ത്രി രാജിവെക്കുകയും ചെയ്തു. മന്ത്രി വേറൊരു കള്ളം കൂടി പറയുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും നേരത്തെ എനിക്ക് എതിരായ വിധി വന്നു. ഞാൻ ആ ഹൈക്കോടതി വിധി മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുകയാണ്. ഈ വിധിയിൽ ഏതെങ്കിലും ഒരു വരി മന്ത്രി പറഞ്ഞത് ഹൈക്കോടതിയിൽ രാഷ്ട്രീയം കളിക്കരുത് എന്ന് പറഞ്ഞു എന്നാണ്. ഇതിനകത്ത് ആകെ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കാം. നിങ്ങൾക്കത് ഇതിന്റെ കോപ്പി നിങ്ങൾക്ക് നൽകാം. Any sort of proceedings under the Prevention of Corruption Act, the prior approval of the appointing authority is required. Without obtaining such approval and without taking the necessary steps required under the law, even to file a complaint, the petitioner approached this court with a writ petition. അപ്പോൾ സർക്കാരിന്റെ പ്രയർ അപ്രൂവൽ ഇല്ലാതെ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു എന്ന് മാത്രമാണ് കോടതി ഇതിനകത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ റിട്ട് വിഡ്രോ ചെയ്യുകയും സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടി സമീപിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഒരു മന്ത്രിക്കെതിരെ വിജിലൻസ് കേസിന് സർക്കാർ അനുമതി നൽകില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരമൊരു നടപടിക്രമം പാലിക്കാതെ ഹൈക്കോടതി സമീപിച്ചത്. പക്ഷെ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രൊസീഡിങ്സ് വളരെ കൃത്യമാകണം. അതുകൊണ്ടാണ് സർക്കാരിന്റെ അപ്രൂവൽ തേടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അത് തേടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തത്. ഇക്കാര്യം കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത് ഹൈക്കോടതി തള്ളിയ കേസാണ്, ഗവർണർ തള്ളിയ കേസാണ്, മന്ത്രി നുണയനാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജിവെക്കുമ്പോൾ പോലും മന്ത്രി തെളിയിച്ചത് താൻ നുണയനാണ് എന്നതാണ്. അതുകൊണ്ട് രാജിവെച്ചപ്പോഴെങ്കിലും സത്യസന്ധത പുലർത്താൻ അദ്ദേഹം തയ്യാറാകേണ്ടിയിരുന്നു. ഇന്ന് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് എൻ്റെ രക്തം ഊറ്റിക്കൊടുക്കാൻ വെമ്പുന്നവർക്ക് തൽക്കാലം ആശ്വസിക്കാമെന്നാണ്. മന്ത്രിയുടെ രക്തം ആരും കുടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. മന്ത്രി നികുതി പണം ഊറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് കണ്ടെത്തിയതാണ് പ്രശ്നം. തൻ്റെ ബന്ധു മുഖാന്തരം ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഊറ്റിയെടുക്കാൻ വേണ്ടി സ്വജനപക്ഷപാതം നടത്തി, അധികാര ദുർവിനിയോഗം നടത്തി, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി ശ്രമിച്ചത് ലോകായുക്ത കണ്ടെത്തിയതാണ് മന്ത്രിയുടെ രാജിക്ക് കാരണമായത്. അതല്ലാതെ മന്ത്രിയുടെ രക്തം ആരും ഊറ്റിക്കുടിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല എന്ന് ബഹുമാന്യനായ ശ്രീ KT ജലീൽ ഇനിയെങ്കിലും സമ്മതിക്കണം. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിനെല്ലാം കൂട്ടുനിന്ന ഒരാളുണ്ട്. മന്ത്രി ചെയ്ത എല്ലാ സ്വജനപക്ഷപാതത്തിനും, എല്ലാ അധികാര ദുർവിനിയോഗത്തിനും, സത്യപ്രതിജ്ഞാ ലംഘനത്തിനും കൂട്ടുനിന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ആദ്യം മുതൽ KT ജലീലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം വാർത്തയായി വന്നതാണ്. EP ജയരാജന് ലഭിക്കാത്ത ആനുകൂല്യം ഇത്രയും കാലം KT ജലീലിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി കൊടുത്തു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മാത്രവുമല്ല, KT ജലീൽ ഈ ബന്ധുവിനെ നിയമിക്കാൻ വേണ്ടി അതിൻ്റെ അടിസ്ഥാന കാരണമായി ചെയ്തത് വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തലാണ്. ആ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തുന്ന ഫയലിൽ മുഖ്യമന്ത്രി കൂടി ഒപ്പിട്ടിട്ടുണ്ട്. ജലീൽ രാജിവെച്ച സ്ഥിതിക്ക് എന്ത് ശിക്ഷയാണ് മുഖ്യമന്ത്രി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. കാരണം ഈ കേസിൽ കൂട്ടുപ്രതിയാണ് മുഖ്യമന്ത്രി. ജലീൽ കുറ്റക്കാരനാണ് എന്ന് ലോകായുക്ത കണ്ടെത്തിയിരിക്കുന്നു. ജലീലിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ പരാതി കൊടുത്തപ്പോൾ ആ പരാതി പോലും അന്വേഷിക്കേണ്ട എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. തുടക്കം മുതൽ മന്ത്രിയെ സംരക്ഷിച്ച നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. ബന്ധുവിനെ നിയമിക്കാവുന്ന എല്ലാ ഫയലിലും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് കൂട്ടുപ്രതിയായ മുഖ്യമന്ത്രി
എന്ത് കുറ്റമാണ് സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയാൻ ബാധ്യതയുണ്ട്. ഇനിയെങ്കിലും വിജിലൻസിന് കൊടുത്ത പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്ന ശ്രീ പിണറായി വിജയൻ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അതല്ല, വിജിലൻസ് അന്വേഷണത്തിന് അനുമതി കൊടുക്കുന്നില്ല എങ്കിൽ ഏതാനും ദിവസങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. UDF അധികാരത്തിൽ വന്നാൽ ഒരു സംശയം വേണ്ട, ഇത് വിജിലൻസ് അന്വേഷണത്തിന് കൈമാറും. മന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ശ്രീ പിണറായി വിജയനും ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ വിജിലൻസ് അന്വേഷണം, വിജിലൻസിന്റെ ഫയൽ, നേരത്തെ കൊടുത്ത വിജിലൻസ് ഫയൽ, അത് അനുമതി കൊടുക്കാൻ, പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുകൂടി ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഇനി ഇതിനകത്ത് രണ്ട് കാര്യമാണ് മന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. ഒന്ന് അഴിമതിയാണ്, മറ്റൊന്ന് സ്വജനപക്ഷപാതമാണ്. സ്വജനപക്ഷപാതത്തിന്റെ കാര്യത്തിലാണ് ലോകായുക്ത ഇപ്പോൾ തീരുമാനമെടുത്തത്. അഴിമതിയുടെ കാര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തേണ്ടിയിരുന്നത്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അതിനകത്ത് സർക്കാർ അനുമതി നൽകാതെ അന്വേഷണം മുന്നോട്ട് പോകില്ല. ഇനി UDF അധികാരത്തിൽ വന്നാൽ ഇത് സംബന്ധിച്ച് അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് മാത്രമാണ് പോംവഴിയായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്തിനാണ് വിധിയുടെ പൂർണ്ണരൂപം വരുന്നത്? വിധിയുടെ ഫൈൻഡിങ്സ് എന്താണ്? വിധിയുടെ അതിന്റെ ഉള്ളടക്കം എന്താണ്? മന്ത്രി ആ സ്ഥാനം തുടരാൻ പാടില്ല. മാത്രമല്ല, ഈ ആക്ടിൽ എന്താ പറയുന്നത്? മന്ത്രി രാജിവെക്കണം എന്നാണ് പറയുന്നത്. വളരെ കൃത്യമായി സെക്ഷൻ 14 ക്ലോസ് 2 അത് വളരെ കൃത്യമായി പറയുന്നു. ക്ലോസ് 1 വളരെ കൃത്യമായി പറയുന്നു, മന്ത്രിയാണെങ്കിൽ, മുഖ്യമന്ത്രിയാണെങ്കിൽ ലോകായുക്ത ഇത്തരം ഒരു വിധി പുറപ്പെടുവിച്ചാൽ രാജിവെക്കണമെന്ന് പറയുന്നു. എന്നാൽ നിയമമന്ത്രി എന്താ പറഞ്ഞത്? 3 മാസം സമയമുണ്ട്. നിയമമന്ത്രി നിയമം അറിയാത്തതുകൊണ്ടാണോ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? അതല്ല, കളവ് പറഞ്ഞതാണോ എന്നുള്ളത് വ്യക്തമല്ല. അത് മന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്, നിയമമന്ത്രി വ്യക്തമാക്കണം. ലോകായുക്ത ആക്ടിലെ സെക്ഷൻ 14 സബ്സെക്ഷൻ 2 ക്ലോസ് 1 വളരെ കൃത്യമായി പറയുന്നു, ഇത്തരം ഒരു ഡിക്ലറേഷൻ വന്നാൽ മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും രാജിവെക്കണം. അത് വളരെ പെട്ടെന്ന് രാജിവെക്കണം, അപ്പം തന്നെ വെക്കേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനകത്ത് 1 മാസത്തെ കാലാവധി ഇല്ല, 3 മാസത്തെ കാലയളവില്ല. പിന്നെ ഹൈക്കോടതിയെ സമീപിച്ചത് പോലും രാജിവെക്കാതെ സമീപിച്ചത് പോലും തെറ്റാണ്. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്നും വിധി എതിരാകുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായത്. സ്റ്റേ കിട്ടില്ല, വളരെ കൃത്യമാണ്. വാദം കേൾക്കുമ്പോൾ തന്നെ, വാദം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ അഭിഭാഷകരുണ്ടല്ലോ അവിടെ. മന്ത്രിയുടെ അഭിഭാഷകരുണ്ട്, മന്ത്രിയുടെ സ്റ്റാഫുണ്ട്, ഞങ്ങളുടെ അഭിഭാഷകരുണ്ട്, യൂത്ത് ലീഗിന്റെ അഭിഭാഷകരുണ്ട്. ആ വാദം കേട്ട ആർക്കും, മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ ചോദിക്കും, വാദം കേൾക്കുന്ന ആർക്കും മനസ്സിലാവും സ്റ്റേ കിട്ടില്ല, സ്റ്റേ നൽകാൻ കോടതി ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിലാണ് വാദങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി KT ജലീലുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. വാദം വിധി എതിരാകുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായത്. അതുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് കളവാണ്. രാജിവെക്കുമ്പോൾ പോലും ഒരു കള്ളം കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് കള്ളം പറയുന്ന ഒരു മന്ത്രിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിച്ചത്. അതെല്ലാം നടപടികളുമായി മുന്നോട്ട് പോകും. അതിനെല്ലാം നടപടികൾ ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം സാവകാശം നിന്നാൽ മതി. തീർച്ചയായും UDF അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. UDF അധികാരത്തിൽ വന്നാൽ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട അഴിമതി, അതുപോലെ തന്നെ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട്, ഇതെല്ലാം അന്വേഷിക്കും. ഇതെല്ലാം ഉത്തരവാദിയായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത് കണ്ണൂർ ലോബിയുടെ പരാജയമാണ്. ഈ രാജി ഈ
KT ജലീലിനെ സംരക്ഷിക്കാൻ വേണ്ടി കണ്ണൂർ ലോബിയാണ് അങ്ങേയറ്റം പരിശ്രമിച്ചത്. ആ കണ്ണൂർ ലോബിയുടെ പരാജയമാണ്. MA ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. MA ബേബിയും തോമസ് ഐസക്കും G സുധാകരനെ പോലെയുള്ള ഒട്ടേറെ ആളുകൾ രാജിവെക്കാത്ത മന്ത്രിയുടെ നിലപാടിനെതിരാണ്. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കണ്ണൂർ ലോബിയാണ് ജലീലിന് സംരക്ഷണം നൽകിയത്. ആ കണ്ണൂർ ലോബിയുടെ പരാജയമാണ് ഈ മന്ത്രിയുടെ രാജിയിലൂടെ സംഭവിച്ചത്. CPM-നകത്ത് ഇത് മന്ത്രി രാജിവെക്കാതെ തുടരുന്നത് ശരിയല്ല എന്ന് 2018 നവംബർ മാസം തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു ഒരു വിഭാഗം. പക്ഷേ മുഖ്യമന്ത്രിയെ ഭയമുള്ളത് കൊണ്ട് പലരും പരസ്യമായി പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായില്ല. ഇതിനകത്തുള്ള പല ഫയലുകളും എങ്ങനെയാണ് പുറത്തു വന്നത് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ക്യാബിനറ്റ് മിനിറ്റ്സ് അടക്കം മാധ്യമങ്ങളുടെ മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകിയിരുന്നല്ലോ. അതൊന്നും എങ്ങനെ വന്നു എന്ന കാര്യം ഊഹിച്ചാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും. അപ്പോൾ ജലീലിൻ്റെ ഈ അധാർമികമായ നിലപാടുകൾ ശരിയല്ല എന്ന നിലപാടുള്ളവർ അതിനകത്ത് തന്നെയുണ്ട്. പക്ഷേ അവർക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല. ഈ മെയ് മാസം മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പിണറായി വിജയൻ പടിയിറങ്ങിയാൽ അവരെല്ലാം പരസ്യമായ പ്രതികരണത്തിന് തന്നെ തയ്യാറാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കാര്യങ്ങളും ഉണ്ടാവും, അത് മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടത്. പല കാര്യങ്ങളുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രഹസ്യങ്ങൾ ജലീലിന് അറിയുന്നത് കൊണ്ടാണോ, അതല്ല ഈ ബന്ധു നിയമനത്തിൽ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ വേണ്ടപ്പെട്ടവർ, മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവർ, കോലിക്കോട് കൃഷ്ണൻ നായർ, മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണം നടക്കുമ്പോൾ ആകെ ഒരാളാണ് പങ്കെടുത്തത്, അത് കോലിക്കോട് കൃഷ്ണൻ നായരാണ്. ആ കോലിക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരപുത്രനെയാണ് 1 ലക്ഷം മാസം ശമ്പളം കൊടുത്ത് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമിച്ചത്. അത്തരം നിയമനങ്ങൾ ജലീലിന് അറിയുന്നത് കൊണ്ടാണോ? ഇതൊക്കെ മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. എന്തുകൊണ്ട് KT ജലീലിനെ, EP ജയരാജനെ സംരക്ഷിക്കാത്ത മുഖ്യമന്ത്രി എന്തിന് KT ജലീലിനെ ഇങ്ങനെ വഴിവിട്ട് സംരക്ഷിച്ചു? അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. അത്തരത്തിലുള്ള ഒരു ബന്ധം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷി കൂടി രാജ്യത്തിന്റെ സമയത്ത് ആ തരത്തിലൊരു തിരിച്ചടി രാഷ്ട്രീയമായിട്ട് ലീഗ് അത്തരത്തിലൊരു നേട്ടമായി പറഞ്ഞത് അല്ല, അതാണോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുമായുള്ള ഒരു പാലമാണോ എന്നതൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. അതെല്ലാം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെച്ച് ഒഴിയുമ്പോൾ CPM-നകത്തുള്ളവർ തന്നെ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. RSS-ഉമായിട്ടുള്ള പാലം വിജയരാഘവൻ, അതുപോലെ ഈ SDP അടക്കമുള്ള സംഘടനകളുമായുള്ള പാലം KT ജലീൽ എന്ന നിലക്കാണോ ജലീലിനെ കൊണ്ടു നടന്നത് എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. അതൊക്കെ പുറത്തു വരും. എന്തായാലും പിണറായി വിജയൻ ജലീലിനെ സംരക്ഷിച്ചു, വഴിവിട്ട് സംരക്ഷിച്ചു എന്നത് വ്യക്തമാണ്. ലോകായുക്തയുടെ വിധി വന്ന നിമിഷം തന്നെയെങ്കിലും രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടേണ്ടിയിരുന്നു. എന്നാൽ ആവശ്യപ്പെടുന്നില്ല. അങ്ങേയറ്റം ഈ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ വേണ്ടി ജലീലിനെ അനുവദിക്കും എന്ന നിലപാടാണ് AK ബാലൻ മുഖ്യമന്ത്രിയുടെ നിലപാടുകളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ചീഞ്ഞു നാറുന്ന പലതും പുറത്തു വരും. അതെല്ലാം ഇടതുപക്ഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ CPM-നകത്തുള്ള പലരും അത് പുറത്തു പറയാൻ തയ്യാറുണ്ട്. ആ സൂചന മാത്രം ഞാൻ ഇപ്പോൾ പറയാണ്. ചീഞ്ഞു നാറുന്ന പലതും ഇനി പുറത്തു വരാനുണ്ട്. അങ്ങനെ പുറത്തു വരുമ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരിക CPM-ന്റെ സമുന്നതരായ പല നേതാക്കന്മാരുമായിരിക്കും. ഒരിക്കലുമല്ല. ഞാനതല്ല, ലോകായുക്ത ആക്ട്, ഈ ലോകായുക്ത ആക്ട് നിങ്ങൾക്ക് തരാം, നിങ്ങളത് വായിച്ചു നോക്കൂ. ഒരിക്കലുമല്ല. അങ്ങനെയല്ലല്ലോ. ഇതെല്ലാം നിയമനിർമ്മാണ സഭയായ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ചേർന്ന് തയ്യാറാക്കിയ ഒരു ആക്റ്റാണ്. ഈ ആക്ടിനകത്ത് വളരെ കൃത്യമായി പറയുന്നു, ഓരോ ആക്റ്റും ഒന്നുകിൽ പാർലമെന്റോ അല്ലെങ്കിൽ നിയമസഭകളോ ഉണ്ടാക്കുന്നതാണല്ലോ. ആ ആക്ടിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു വേറെ രീതിയിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതിനകത്ത് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഒരു ഡിക്ലറേഷൻ വന്നതെങ്കിൽ, ഒരു മന്ത്രിക്കെതിരെയാണ് ഡിക്ലറേഷൻ വന്നതെങ്കിൽ റിസൈൻ ചെയ്യണമെന്ന് ഈ ആക്ടിനകത്താണ് പറയുന്നത്. അതെങ്ങനെയാണ് വേറെ ഏതെങ്കിലും രീതിയിൽ വിധി നമുക്ക് വായിക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും കോടതി ഉത്തരവ് പോലെ. അതുകൊണ്ടല്ലേ ഇന്ന് സ്റ്റേ കിട്ടാതിരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും നിയമവിദഗ്ധർ പറയുന്നത് ഈ ലോകായുക്തയുടെ ഉത്തരവ് അനുസരിക്കേണ്ടതില്ല എന്നാണെങ്കിൽ എന്തുകൊണ്ട് ഹൈക്കോടതി ഇന്ന് സ്റ്റേ നൽകിയില്ല?
ഹൈക്കോടതിയിലെ സ്റ്റേ ഇപ്പോൾ വിധി വന്നിട്ടില്ല. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നുള്ള അഭിഭാഷകരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അഭിഭാഷകർ പറഞ്ഞ ഒരു നിലക്കും സ്റ്റേ കിട്ടില്ല. കാരണം വാദമുഖങ്ങൾ ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. ഹൈക്കോടതി സ്റ്റേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിധി പറയാൻ മാറ്റിവെച്ചത് പോലും സ്റ്റേ ആയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റേ കൊടുക്കുമായിരുന്നു. വിധി പറയാൻ മാറ്റിവെച്ചത് സ്റ്റേ കൊടുക്കാൻ കോടതി ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ടാണെന്നാണ്. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണ രൂപമാണെങ്കിൽ അത് ഞാൻ നൽകാം. ഇപ്പോൾ ഈ ആക്ടിനകത്ത് പറയുന്ന ആ വാചകങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത്. കൃത്യമാണ്. മുഖ്യമന്ത്രിക്കെതിരെയോ മന്ത്രിക്കെതിരെയോ ഡിക്ലറേഷൻ കൊടുത്താൽ രാജിവെക്കണം. ഒരുപാട് പരിഹരിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പലരും സ്വീകരിച്ചത്. അപ്പൊ ആ ഒരു ഘട്ടത്തില് താങ്കളുടെ നിലപാടുണ്ടായിരുന്നു? സത്യം എന്തായാലും പുറത്തു വരും. സത്യം എന്തായാലും ജയിക്കും. ഒരുപക്ഷെ ഈ അധികാരത്തിന്റെ ഗർവിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ കഴിഞ്ഞേക്കാം. അതിനൊക്കെ അല്പായുസേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. കാത്തിരുന്നപ്പോൾ കണ്ടില്ലേ, സത്യം ജയിച്ചു. നുണക്കൊട്ടാരങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. മന്ത്രിയുടെ മുഖം മൂടി വലിച്ചു കീറി. അത് മുഖം മൂടി മാത്രമായിരുന്നു. ആ മുഖം മൂടിക്ക് പിന്നെ വളരെ അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇപ്പോൾ വ്യക്തമായി. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. ഇത് യൂത്ത് ലീഗിന്റെ മാത്രം കേവലമായ ഒരു വിജയമായി കാണുന്നില്ല. കാരണം ആരെങ്കിലും ഒരു മന്ത്രി ഇനി ഒരു സ്വജനപക്ഷപാതം നടത്തുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കും. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. ഇത് കേവലം ഒരു സംഘടനയുടെ മാത്രം വിജയമായിട്ട് ഇതിനെ ഞങ്ങൾ സങ്കുചിതമായി കാണുന്നില്ല. ഒരുപാട് പിൻവാതിൽ നിയമനങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടത്തി. ഇനി ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോൾ സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും ഒക്കെ നടത്തുമ്പോൾ ഏത് മന്ത്രിയാണെങ്കിലും രണ്ടു വട്ടം ആലോചിക്കാൻ ഇത് കാരണമായി എന്നതിൽ അതിനൊരു കാരണമായി യൂത്ത് ലീഗ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യമായല്ലോ. അതൊക്കെ അദ്ദേഹത്തിന് ഡിഫൻസ് മാത്രമായിരുന്നു. മുമ്പെങ്ങോ ലീഗുമായി മത്സരിച്ചിരുന്നു. ആ മത്സരത്തിൽ അദ്ദേഹം ജയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം ഡിഫൻസായി പറഞ്ഞത്. അത് ഡിഫൻസ് ദുർബലമാണ് എന്ന് ഇപ്പോൾ ബോധ്യമായല്ലോ. ലോകായുക്തയുടെ കണ്ടെത്തലോടുകൂടി വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. ഇത് രാഷ്ട്രീയമായ ആരോപണമായിരുന്നില്ല. ഇത് കേവലം ഏതെങ്കിലും നിലക്കുള്ള പകപോക്കലായിരുന്നില്ല. ഇത് സത്യമായ ഒരു വാദമായിരുന്നു. ആ സത്യമാണിപ്പോൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമായിട്ടുള്ളത്. കെ എം ഷാജിക്കെതിരെ മാത്രമല്ലല്ലോ, എനിക്കെതിരെ കേസ് വന്നില്ലേ? എന്തൊക്കെ കേസ് എൻ്റെ പേരിൽ എടുത്തു? വ്യാജരേഖ കേസെടുത്തു, കത്വ ഫണ്ടിന്റെ പേരിൽ കേസെടുത്തു, പല കേസും എനിക്കെതിരെ എടുത്തു. അവസാനം അതൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. തൽക്കാലം ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നവർക്കെതിരെ, അത് ഷാജിക്കെതിരെയാണെങ്കിൽ, വി ടി തോമസിനെതിരെയാണെങ്കിൽ, അങ്ങനെ UDF നേതാക്കന്മാർക്കെതിരെയൊക്കെ ഇത്തരം കേസുകൾ എടുക്കും. അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. കേസുകൾ മാത്രമല്ല, മറ്റു പലതും കാണുന്നുണ്ട്. കേസൊക്കെ ഏറ്റവും ചെറിയ CPM നൽകുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് കേസൊക്കെ. മൻസൂറിനെയൊക്കെ കൊന്നു കളഞ്ഞില്ലേ? വധശിക്ഷയാണ് ഇവർ നൽകുന്ന പരമാവധി ശിക്ഷ. അതിനകത്ത് ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, കള്ളക്കേസുകൾ. അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സിനിമാ താരങ്ങളും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും താനൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നല്ലോ. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വലിയ പണം അവിടെ ഒഴുകിയല്ലോ. അത് സ്വാഭാവികമാണ്. ഞങ്ങളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നോട് ഇടതുപക്ഷത്ത് തന്നെയുള്ള ഒരാൾ പറഞ്ഞത് ഏതാണ്ട് 6 കോടിയോളം രൂപ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രം സ്വരൂപിച്ച് താനൂരിൽ വിനിയോഗിച്ചു എന്നാണ്. ഞങ്ങളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാക്ഷാക്തമായി പ്രൊട്ടക്ട് ചെയ്യും. എന്താ സംശയം? ഒരു സംശയം വേണ്ട. KM ഷാജിക്ക് മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാവും. അങ്ങനെയുള്ള മനക്കോട്ടയൊന്നും ആരും കെട്ടണ്ട. KM ഷാജി അങ്ങനെ മൂക്കിൽ വലിച്ചു കയറ്റാനും കഴിയില്ല. ഒരു സംശയം വേണ്ട. അതൊക്കെ രേഖകൾ ഹാജരാക്കും. അതൊക്കെ പണമൊക്കെ ഒരാളുടെ കയ്യിൽ എത്ര കയ്യിൽ വെക്കണം, അതൊക്കെ നിയമമുണ്ടല്ലോ. ആ നിയമമൊക്കെ അതായത് രേഖകൾ ഹാജരാക്കും. അല്ല, മന്ത്രി സ്ഥാനത്ത് രാജിവെക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഒരു കീഴ്വഴക്കമായി സ്വീകരിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം അത് രാജിവെച്ചില്ല. ഈ 2-3 വർഷത്തോളം അദ്ദേഹം രാജിവെക്കാതെ തുടർന്നു.
ഇപ്പോൾ അവസാനം ലോകായുക്തയുടെ വിധി വന്നപ്പോൾ അത് രാജിവെച്ചു. ഗത്യന്തരമില്ലാതെ രാജിവെച്ചു എന്നുള്ളതാണ്. MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അത് ജനങ്ങൾ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന മന്ത്രി എന്ന് പറയുന്നത് അങ്ങനെയല്ല. കോടതിയിൽ വാദമുഖങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ ഹാജരായ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മറ്റ് PAമാരും വാദം എതിരാകുമെന്ന് മന്ത്രിയെ വിളിച്ച് അറിയിച്ചപ്പോഴാണ് രാജിവെക്കാൻ വേണ്ടി തയ്യാറായത്. സ്റ്റേ ലഭിക്കില്ലെന്ന് ഉറപ്പായ ഘട്ടത്തിൽ രാജിവെച്ചപ്പോൾ അപ്പോഴും നുണ പറയാനാണ് മന്ത്രി ശ്രമിച്ചത്. മുൻകാലങ്ങളിലെല്ലാം ഒരുപാട് തവണ നുണ പറഞ്ഞ മന്ത്രി രാജിവെക്കുമ്പോഴെങ്കിലും സത്യസന്ധത പാലിക്കുമെന്നാണ് കേരളീയ പൊതുസമൂഹം വിശ്വസിച്ചത് എന്നും PK ഫിറോസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഈ വിവാഹകാലം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ വെഡിംഗ് കോമ്പിനേഷൻ കളക്ഷൻസ്. കൂടാതെ വെഡിംഗ് പാർട്ടികൾക്ക് ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ 916 ആഭരണങ്ങൾക്ക് മുഴുവൻ തുകയും പണിക്കൂലിയിൽ 50% വരെ ഓഫറുകളും. അൺകട്ട് പോൾക്കി ജ്വല്ലറികൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും 20% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.